നിലം തൊടാത്തൊരു കൂറ്റൻ പാറയെ മേൽക്കൂരയാക്കി ഗുഹയിൽ കുടികൊള്ളുന്ന ഒരു ദേവി. എറണാകുളം ജില്ലയിലെ മേദലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ളതും അതിപുരാതനവുമായിട്ടുള്ള ഗുഹാക്ഷേത്രം കല്ലിൽ ഗുഹാക്ഷേത്രം. ഏകദേശം 75 അടി നീളവും 45 അടി വീതിയും 75 അടി ഉയരവുമുള്ള ഭീമാകാരമായ ഒരു പാറയുടെ അടിഭാഗത്തുള്ള പ്രകൃതിദത്തമായ ഗുഹയിലാണ് ഇവിടെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ വരുന്നത്. ക്രിസ്തുവിനു മുൻപ് 3-ാം നൂറ്റാണ്ട് വരെ പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പുരാതന ജൈന ക്ഷേത്രങ്ങളിൽ പ്രഥമഗണനീയമാണ്. 28 ഏക്കറോളം വരുന്ന വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകം കൂടിയാണ്. ശ്രീകോവിലിൽ ദുർഗാദേവിയുടെയും മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും വിഗ്രഹങ്ങളും ശ്രീചക്ര പ്രതിഷ്ഠയുമാണുള്ളത്. മേൽക്കൂരയായി സ്ഥിതി ചെയ്യുന്ന വലിയ കല്ലിൽ കൊത്തിവെച്ച രൂപത്തിൽ ബ്രഹ്മാവിനെയും ആരാധിക്കുന്നു. നാഗേക്ഷിയും ശാസ്താവും ഗണപതിയും ശ്രീകോവിലിന് ഇരുവശങ്ങളായി സാന്നിധ്യമരുളുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. പണ്ട് ഘോരമരമായിരുന്ന ഇതിലൂടെ നായാട്ടിന് വന്ന ഒരാൾ കാടിന് നടുവിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. കല്ലുകൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരുന്നവൾ അയാളെ കണ്ടപ്പോഴേക്കും കല്ലുകൾ ആകാശത്തേക്ക് എറിഞ്ഞ് അപ്രത്യക്ഷമായി. മുകളിലേക്ക് എറിഞ്ഞതിൽ ഒരു കല്ല് ആകാശത്ത് തന്നെ നിലകൊണ്ടു. ആ പെൺകുട്ടിയിലെ ദേവീ ചൈതന്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹമാണ് അത്രയും മുൻകൈയെടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം പണിതത്. ഈ ഐതിഹ്യത്തെ പിൻപറ്റി ഇന്നും വിശ്വാസികൾ ഇവിടെ കല്ലുകൾ അടുക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. കല്ലുകൾ ഇങ്ങനെ വീഴാതെ മേലെ മേലെ അടുക്കി വെച്ചാൽ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ കാര്യം സാധിച്ചാൽ ഇവിടെ വന്ന് ദേവിയുടെ നാളായ കാർത്തികയിൽ കാർത്തികയോട്ട് നടത്തണം. ഇരിങ്ങോൾക്കാവിലെ ദേവിയുടെ സഹോദരിയാണ് കല്ലിലമ്മ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ സുഗന്ധപുഷ്പങ്ങൾ പൂജയ്ക്കെടുക്കാറില്ല. ആറാട്ടിന് ദേവിയുടെ തിടമ്പേറ്റുന്നത് പിടിയാനയാണ്.